ചെറിയൊരു വീഡിയോ. ഇതിൻ്റെ ഒരു പർപ്പസ് എന്ന് പറയുന്നത് ഈ ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ട് നമുക്ക് എന്തൊക്കെ നേട്ടം ഉണ്ടാക്കാം എന്നുള്ളതാണ്. ലോങ് ടൈമിൽ നമ്മളിപ്പം ഇൻവെസ്റ്റ് ചെയ്യുമ്പം നമുക്ക് എന്തൊക്കെ നേട്ടമാണ് ഉണ്ടാകുന്നത് എന്നുള്ളതിൻ്റെ ഒരു വിവരം നിങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. അതായത് നമ്മൾ ഇന്ന് വാങ്ങിക്കുന്നത് എത്ര ഉയർന്ന വിലയാണെന്ന് നമുക്ക് തോന്നും. ഇപ്പം SBI ട്രേഡ് ചെയ്യുന്നത് ഏകദേശം 800 രൂപയോളം ആ റേഞ്ചിലാണ് അല്ലേ. ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് ട്രേഡ് ചെയ്യുന്നത് ഏകദേശം 300 രൂപ റേഞ്ചിലാണ്. നമ്മൾ വിചാരിക്കുന്നത് വലിയ ഉയർന്ന വിലയാണ്. അപ്പം 280 നിന്ന് 300 എത്തുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് അയ്യോ 300 രൂപയാണ്, വലിയ ഉയർന്ന വിലയായിപ്പോയി. ഇന്നാൾ ഏകദേശം കുറച്ച് നാളുകൾക്ക് മുമ്പ് 150 രൂപയുള്ളായിരുന്നു, അന്ന് വാങ്ങിക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ള ഒരു രീതിയിലാണ് നമ്മൾ എപ്പോഴും കാണുന്നത്. പക്ഷേ നമ്മൾ ഇന്ന് നല്ല സ്റ്റോക്കുകളാണ്, നല്ല വളർച്ചാ സാധ്യതയുള്ള സ്റ്റോക്കുകളാണെങ്കിൽ തീർച്ചയായും ഇന്ന് വാങ്ങുന്നത് കുറച്ച് നാളുകൾ കഴിയുമ്പോൾ ഒരു 5 വർഷം അല്ലെങ്കിൽ ഒരു 10 വർഷം കഴിഞ്ഞ് നമ്മളത് നോക്കുമ്പോൾ അതിൻ്റെ വില നമ്മൾ തന്നെ ഞെട്ടിക്കുന്ന രീതിയിലുള്ള വിലയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അങ്ങനെയുള്ള ഒരു അറിവ് നിങ്ങൾക്ക് എൻ്റെ ഒരു പോർട്ട്ഫോളിയോ, അതായത് ഞാൻ ഇത് വാങ്ങിയത് ഈ കൊറോണ കാലയളവ് കഴിഞ്ഞു പിന്നെ നിഫ്റ്റി വീണ്ടും വളരാൻ തുടങ്ങിയ ഒരു കാലഘട്ടം ഉണ്ടല്ലേ. കൊറോണയിൽ അങ്ങേറ്റ ഇടിഞ്ഞ സമയത്ത് വാങ്ങിച്ചതല്ല. മാർച്ച് മാസത്തിൽ 2020 ഏപ്രിൽ മാസത്തിലായിരുന്നു ഏറ്റവും താഴ്ന്നു കിടന്നിരുന്നത്. ഇത് 2020 ഡിസംബർ പിന്നെ 2021 ആ വർഷങ്ങളിലൊക്കെ വാങ്ങിച്ചതാണ്. അതിൽ ഇപ്പം നമുക്കത് കാണാൻ പറ്റും എന്നാണ് വാങ്ങിയത് എന്നുള്ളത് ഇത് കാണാൻ പറ്റും. ഇട്ട എമൗണ്ട് എന്ന് പറയുന്നത് 3 ലക്ഷമോ അല്ലെങ്കിൽ 30 ലക്ഷമോ ഒന്നുമല്ല, വെറും 3000 രൂപയ്ക്ക് വാങ്ങിയ കുറച്ച് സ്റ്റോക്കുകളാണ്. ഇന്ന് അതിൻ്റെ വളർച്ച ഏകദേശം അതിൻ്റെ 285% ഉയർന്നു. അതായത് അതിൻ്റെ 3.5 ഇരട്ടിയോളം വളർന്നു അല്ലേ. അതായത് 12,000 കഴിഞ്ഞ് കിടന്നതാണ്. ഇപ്പോഴാണ് ഇത്തിരി ഈ മാർക്കറ്റിൻ്റെ ഈ ഇടിവ് സമയത്ത് അത് ഏകദേശം 11,650 ആ റേഞ്ചിലാണ് ഇപ്പം എൻ്റെ പോർട്ട്ഫോളിയോ ഉള്ളത്. എന്തായാലും ഞാൻ കൂടുതൽ സംസാരിക്കാതെ ഈ പോർട്ട്ഫോളിയോയിൽ എന്തൊക്കെ കമ്പോണൻസ് ആണുള്ളതെന്ന് ഞാൻ നിങ്ങളെ കാണിക്കാം. ഇത് നോക്ക്, ഇന്ത്യ ഹോട്ടൽ 79 രൂപയ്ക്ക് വാങ്ങി ഒരെണ്ണം. ഇന്ന് അതിൻ്റെ വില ഏകദേശം 10 ഇരട്ടിയായി അല്ലേ, 782 രൂപയാണ്. പിന്നെ ബെല്ല് ഞാൻ പറഞ്ഞല്ലോ 29 രൂപയ്ക്ക് വാങ്ങിയതാണ്. ഏകദേശം 350 രൂപ വരെ വന്നിരുന്നു. പക്ഷേ ഇപ്പോഴ് ഏകദേശം അതിൻ്റെ വില ഒരു 292 രൂപയായി. ഇത് വാങ്ങിയ ഇവിടെയൊക്കെ നമുക്ക് നോക്കാം. എന്നാണ് ഇത് വാങ്ങിയതെന്ന് അറിയണമല്ലോ. വാങ്ങിയത് 2022 സെപ്റ്റംബറാണ്. 2021 പറഞ്ഞിട്ടെങ്കിലും അത് വാങ്ങിയ 2022 സെപ്റ്റംബറിലാണ്. അതുപോലെ തന്നെ ഈ ഇന്ത്യ ഹോട്ടൽ എന്നാണ് വാങ്ങിയത് നോക്കാം. ഇന്ത്യ ഹോട്ടൽ വാങ്ങിയത് അത് 2020 ജൂണിലാണ് വാങ്ങിയത്. നല്ല സമയത്താണ് വാങ്ങിയത്. ഒരു 10 എണ്ണം വാങ്ങിയിരുന്നെങ്കിൽ ഇന്നൊരു എൻ്റെ വില നമ്മൾ വിചാരിക്കുന്നതിനപ്പുറം നമുക്ക് ലാഭകരമായിരുന്നു. 10 എണ്ണം വാങ്ങിയാൽ മതിയായിരുന്നു. അതായത് 10 എണ്ണം വാങ്ങിയാൽ ഏകദേശം ഇന്നിപ്പം ഇപ്പം ഇതിൽ കാണുന്ന ലാഭം എത്രയാണ്? ഇതിൽ കാണുന്നത് 782 രൂപയിലെ ലാഭം. 7,800 രൂപ ലാഭം കിട്ടിയിരുന്നു. വെറും 790 രൂപയ്ക്ക് അതായത് 10 ഇരട്ടി ആയിരുന്നു അല്ലേ. പിന്നെ ഈ ടാറ്റ മോട്ടോഴ്സ് ഒക്കെ നമുക്ക് 102 രൂപയ്ക്കാണ് വാങ്ങിയത്. ഇന്ന് ഇത്രയാണ് വില. അതിൻ്റെ 800 രൂപയോളം ഉണ്ടല്ലേ. 108 രൂപയ്ക്ക് കിറ്റക്സ് വാങ്ങി. കിറ്റക്സിൻ്റെ വില എത്രയുണ്ട്? ഒരെണ്ണമാണ് വാങ്ങിയത്, 770 രൂപയായി. പിന്നെ അതുപോലെ തന്നെ വണ്ടർല എത്ര? 131 രൂപ. അതിലൊക്കെ താഴ്ന്ന എമൗണ്ടിനൊക്കെ ഞാൻ വാങ്ങിയിരുന്നു. ജിയോജിത്ത് എന്ന് പറഞ്ഞ ഒരു അക്കൗണ്ട് എനിക്കുണ്ടായിരുന്നു. അത് ഒരുപാട് ഇതെല്ലാം വലിയ എമൗണ്ടിനാണ് ക്വാണ്ടിറ്റിയിലാണ് വാങ്ങിയത്. പക്ഷേ അതൊക്കെ ചെറിയ ലാഭം എടുത്ത് കൊടുക്കുകയാണ് ചെയ്തത്. ഇതെന്തായാലും ഞാൻ കീപ്പ് ചെയ്തു. കാരണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് എനിക്ക് ഈ ആനുവൽ മെയിൻ്റനൻസ് ചാർജ് ഒന്നുമില്ല. ഇത് വളരെ എനിക്ക് ഞാൻ കുറേ അക്കൗണ്ടുകൾ സ്റ്റാർട്ട് ചെയ്തിട്ട് സത്യം പറഞ്ഞാൽ എനിക്കൊരു കൊള്ളയായിട്ട് തോന്നാതിരുന്നത് ഈ അക്കൗണ്ടാണ്. കാരണം ഇത് ഞാൻ അക്കൗണ്ട് 1 രൂപ പോലും കൊടുക്കാതെ എടുത്ത അക്കൗണ്ടാണ്. 1 രൂപ പോലും കൊടുക്കാതെ ഈ അക്കൗണ്ട് ഏകദേശം 1 വർഷം കഴിഞ്ഞിട്ടാണ് അതിൻ്റെ AMC ഈടാക്കി തുടങ്ങിയത്. AMC ഈടാക്കുന്നത് എപ്പോഴാണ്? എന്നാണോ ഏത് മാസം വാങ്ങിക്കും ആ മാസം ഒരു 25-30 രൂപ AMC മന്ത്ലി എടുക്കും. പിറ്റേ മാസം ഞാൻ വാങ്ങിയില്ലെങ്കിൽ അവർ ക്യാഷ് എടുക്കാറില്ല. അതിന് പിന്നെ ഏതെങ്കിലും ഒരു മാസം വാങ്ങി ആ മാസം ഏത് മാസമാണ് വാങ്ങിക്കുന്ന ആ മാസത്തത് മാത്രമേ അവർ AMC എടുക്കാറുള്ളൂ, മന്ത്ലി ബേസിന്. അപ്പോൾ എല്ലാ മാസവും വാങ്ങിയാൽ പോലും ഒരു വർഷം 360-400 രൂപയ്ക്കകത്ത് നിൽക്കും. പക്ഷേ ഞാൻ അങ്ങനെ ഇതിപ്പോൾ ഞാൻ ആദ്യ സമയത്ത് വാങ്ങിച്ചിട്ട് പിന്നെ ഇത് തൊട്ടിട്ടില്ല. എനിക്ക് വേറെ ഒരു ചാർജും ഇല്ല. അതാണ് മറ്റുള്ള എല്ലാം മാനുവൽ മെയിൻ്റനൻസ് ചാർജ് എന്ന് പറഞ്ഞ് ഈടായിക്കൊണ്ടിരിക്കുമ്പം ഇത് ഇങ്ങനെ നിരന്തരം ക്യാഷ് ഒന്നും എടുക്കുക, എന്നാൽ ഡോർമെൻ്റ് അക്കൗണ്ട് ആവണതുമില്ല, നമുക്ക് എപ്പോഴും വേണം വാങ്ങിക്കാം. അങ്ങനെയൊക്കെയുള്ള ഒരു നല്ലൊരു അക്കൗണ്ടാണ്. അതുകൊണ്ട് ശരി, എനിക്ക് സത്യത്തിൽ കൂടുതൽ വാങ്ങിക്കണം. ഇനി ഇത് മ്യൂച്വൽ ഫണ്ടൊക്കെ ഡയറക്റ്റ് ഫണ്ടുകൾ അവൈലബിൾ ആണല്ലോ, അതിൽ കൂടുതൽ വാങ്ങിക്കണം. എന്തായാലും ഈ പോർട്ട്ഫോളിയോ ഞാൻ ഇതേപോലെ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്താൻ തീരുമാനിച്ചു. പിന്നെ വേറെ നമുക്ക് സ്റ്റോക്കുകൾ വാങ്ങിക്കണമെങ്കിൽ എനിക്ക് വേറെ 1-2 അക്കൗണ്ടുകളുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ Paytm ഉണ്ട്. അതൊക്കെ ഒരു വർഷം 300-400 രൂപയോളം AMC ഉണ്ട്. പക്ഷേ വേറെ ചാർജുകളൊന്നും എനിക്കില്ല. കാരണം ഞാൻ അതിനകത്ത് തുടങ്ങിയ കാലഘട്ടത്തിൽ എടുത്തതാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു പവർ അറിയാൻ വേണ്ടി നമുക്ക് അപ്പോളോ ടയർ അത് നിങ്ങൾ കാണേണ്ടതാണ്. ഒരു എണ്ണം 108 രൂപയ്ക്ക് വാങ്ങിയതാണ്. അന്ന് ആ കാലഘട്ടം എത്രയോ നാളിരുന്നതിനകത്ത് നിന്ന് പെട്ടെന്നാണ് അതിൻ്റെ വളർച്ച ഉണ്ടായത്. ഇന്ന് അതിൻ്റെ ഒരെണ്ണത്തിൻ്റെ വില ഏകദേശം 524 രൂപയായി. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കാരണം എത്രയാവുമെന്ന്. ആ 100 രൂപ റേഞ്ചിലുണ്ടായിരുന്ന സമയത്ത് ഇത് 500 രൂപയാവുമെന്നൊന്നും ഒരിക്കലും വിചാരിച്ചില്ല. എനിക്ക് തോന്നുന്നത് ഒരു 5 വർഷം കഴിയുമ്പോൾ ചിലപ്പോൾ ഈ റേഞ്ച് ഒരു 10,000-2,000 രൂപയാവാൻ സാധ്യതയുണ്ട്. കാരണം ഇന്ത്യയുടെ GDP വളർന്നുകൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യയുടെ കമ്പനികളെയും വലിപ്പം കൂടുമല്ലോ. എന്തായാലും ഞാൻ ഇപ്പം ഈ വീഡിയോയുടെ നിർത്തുന്നു. കാരണം 6 മിനിറ്റോളമായി. ഇനി ഞാൻ ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ അധികം എനിക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല ടെക്നോളജി. ഞാൻ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയതാണ്.
നിങ്ങൾ എന്തെങ്കിലും എന്തൊക്കെ മാറ്റം വരുത്തണം എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്ത് തന്നെ അറിയിക്കണം. അപ്പോൾ ശരി, ഓക്കെ.